Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഏസ് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഡീവാലുവേഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഏസ് കാർഡ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. ആക്ച്വലി ആയിരുന്നു തന്നെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ റീസെന്റ് അതിന്റെ ക്യാഷ് ബാക്സും കാര്യങ്ങളൊക്കെ ഡീവാല്യൂ ചെയ്തിട്ടുണ്ട്, അതായത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയൊന്നും ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഏസ് ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഒരു ഹൈ ഡിമാൻഡിങ് ഒരു ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. വെച്ചാൽ കുറേ പേര് നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഏസ് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയായിരിക്കും ഗൂഗിൾ പേ ത്രൂ ആണ് നമുക്ക് ഇതിന്റെ മെസ്സേജും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ത്രൂ ആണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് ആക്ച്വലി ഇപ്പോൾ ഒരു ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ 16 ജൂൺ തൊട്ട് നമുക്ക് ഇതിന്റെ ക്യാഷ് ബാക്സിനും കാര്യങ്ങൾക്കൊക്കെ ഡീവാലുവേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാർഡിന്റെ ഇതിന് നമുക്ക് ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി, നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റായി എടുക്കാൻ. അപ്പോൾ 15 ജൂൺ 2023 തൊട്ട് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ക്യാഷ് ബാക്കിൽ ഭയങ്കരമായിട്ട് ഒരു ക്യാപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഈ എന്താ പറയുക, നമ്മുടെ ഒരു വേർഡ് ഉണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നത് ആക്ച്വലി അത് ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കാം, പക്ഷെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബിൽ പേയ്മെൻറ്റ്സ്, അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ്, LPG, ബ്രോഡ്ബാൻഡ്സ്, DTH, മൊബൈൽ റീചാർജസ്, ഇതൊക്കെ നമുക്ക് ഗൂഗിൾ പേ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആയിരുന്നു ഇത്ര കാലം. പക്ഷെ അതിനിപ്പോൾ ഒരു ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മാക്സിമം എല്ലാ കാറ്റഗറിയും ഇൻക്ലൂഡ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാക്സിമം 500 രൂപ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടുള്ളൂ. അതായത് നമുക്കൊരു മാസത്തിൽ 500 രൂപ മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ക്യാപ്പിംഗ് ആയി പോയി. എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഒരു 5% ക്യാഷ് ബാക്ക്, അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആയിരുന്നു. അപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ട് ഒരു ക്യാപ്പിംഗ് 500 രൂപ ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിന്റെ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 500 രൂപ എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ഓല 4% ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു. അതും ആക്ച്വലി ഈ നമ്മുടെ കാറ്റഗറിയിൽ വരും കേട്ടോ മാക്സിമം. അതായത് 500 രൂപയിൽ ഇതെല്ലാം കൂടിയിട്ട് 500 രൂപ നമുക്ക് മാക്സിമം ഇപ്പോൾ തരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ബോർ പരിപാടി പോയി. എന്ന് വെച്ചാൽ ഒരു ഒടുക്കത്തെ ഡീവാലുവേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ കുറേ പേര് ഏസ് കാർഡ് ഇതിൻ്റെ പേരിൽ കുറേ പേര് ഏസ് കാർഡ് എടുത്തിട്ടുണ്ട്. ഏസ് കാർഡ് നിങ്ങൾക്ക് അറിയാം, ഇത് അൺലിമിറ്റഡ് അല്ല, ഫ്രീ കാർഡല്ല, ആനുവൽ ഫീസും ജോയിൻ ഫീസും ഉള്ള ഒരു കാർഡാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഗൂഗിൾ പേ പ്രത്യേകിച്ച് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പേര് എടുത്തിട്ടുണ്ടെന്നോ. പക്ഷേ ഇങ്ങനത്തെ ഒരു വൺ അടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ഊള, അതുപോലെ തന്നെ ക്യാഷ് ബാക്സ്, ഊള, മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് മാറി പോയിട്ട് മൊബൈൽ റീചാർജസ്, ഇതൊക്കെ നമ്മൾ ഗൂഗിൾ പേ തരുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മാക്സിമം ഒരു മാസത്തിൽ 500 രൂപ ക്യാപ്പിംഗ് അത് വന്നേക്കുന്നത്. അപ്പോൾ 500 രൂപ എന്ന് പറയുമ്പോൾ നമുക്കിത് ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചിലപ്പോൾ 500 രൂപ മാക്സിമം 5% ഒക്കെ കിട്ടുന്നവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു ഒടുക്കത്തെ ഡീവാലുവേഷൻ എന്ന് വേണമെങ്കിൽ പറയും. ഇനി വേണമെങ്കിൽ ഈ കാർഡ് വേണമെങ്കിൽ വേറെ മാറ്റിയിട്ട് വേറെ വല്ല കാർഡിലേക്ക് മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ. പിന്നെ നമുക്ക് ഇനി അതർ മർച്ചൻസിൽ ആക്ച്വലി പിന്നെ വന്നു അതർ മർച്ചൻസ്, അതായത് നമുക്ക് ബാക്കിയുള്ള ഇതല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2% ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ 2% ക്യാഷ് ബാക്കിൽ നമുക്ക് ഇപ്പോൾ അത് അൺലിമിറ്റഡ് ആയിരുന്നു, പക്ഷെ അത് ഇപ്പോഴും അൺലിമിറ്റഡ് തന്നെയാണ്. അതിനൊരു ക്യാപ്പിംഗ് വന്നിട്ടില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് ബാക്സ് ഇല്ലാത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂവൽ സ്പെൻഡ്, അതായത് നമ്മൾ കാർഡ് കൊണ്ട് ഫ്യൂവൽ അടിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഇല്ല. EMI ട്രാൻസാക്ഷന് ക്യാഷ് ബാക്ക് ഇല്ല. പർച്ചേസ് കൺവേർട്ടഡ് ടു EMI പോസ്റ്റ് ഫാക്ടർ, അതും നമുക്ക് എന്താ വെച്ചാൽ EMI കൺവേർഷൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ EMI കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ക്യാഷ് ബാക്ക് കയറണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മൈനസായി പോട്ടാം. പിന്നെ നമുക്ക് വാലറ്റ് ലോഡിംഗ് ട്രാൻസാക്ഷന് നമുക്ക് ക്യാഷ് ബാക്ക് ഇല്ല. ക്യാഷ് അഡ്വാൻസ്, അതായത് നമ്മൾ ATM കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിന് ക്യാഷ് ബാക്ക് ഇല്ല. റെൻ്റൽ പേയ്മെൻറ്റ്സ്, അതായത് നമ്മൾ വേറെ ട്രാൻസ്ഫർ 2 പേയ്മെൻറ്റ് കൊടുക്കുമല്ലോ. നോർമലി അത് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഓൺ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തിട്ട് എടുക്കലാണ് പരിപാടി, അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനും ക്യാഷ് ബാക്ക് ഇല്ല. പർച്ചേസ് ഓഫ് ഗോൾഡ് ഓർ ജ്വല്ലറി ഐറ്റംസ്, അതിനും ക്യാഷ് ബാക്ക് ഇല്ല കേട്ടോ. ഗോൾഡ് പർച്ചേസിനൊന്നും ക്യാഷ് ബാക്ക് ഇല്ല. ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ്സിനും ക്യാഷ് ബാക്ക് ഇല്ല. ഇപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ആ കാറ്റഗറിയിൽ പറയാം. പിന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ സർവീസസിനും ക്യാഷ് ബാക്ക് ഇല്ല കേട്ടോ. പേയ്മെൻറ്റ്സ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, അത് നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ വേറെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് നമ്മൾ പേ ചെയ്യുന്നതിന് ക്യാഷ് ബാക്ക് കിട്ടില്ല. പേയ്മെൻറ്റ് ഓഫ് കാർഡ് ഫീ ആൻഡ് അതർ കാർഡ് ചാർജസ്, അതിനും നമുക്ക് ക്യാഷ് ബാക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് അവർ ഓൾറെഡി അവർക്ക് നമ്മൾ അവരുടെ ഒരു ഇമെയിൽ ത്രൂ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ കൂടി പറയാം, എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ ആക്ച്വലി ഇനി ബില്ലിംഗ് സൈക്കിൾ നമുക്ക് 35,000 രൂപ നമ്മളൊരു ബില്ലിംഗ് സൈക്കിളിൽ ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്തു വിചാരിക്കുക. അതിൽ റീചാർജസ് ആൻഡ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ത്രൂ ഗൂഗിൾ പേ 5,000 രൂപീസ് ഉണ്ട്, സ്വിഗ്ഗി സൊമാറ്റോ ബാക്കിയെല്ലാം നമുക്ക് 10,000 രൂപയുടെ ഉണ്ട്, അതർ സ്പെൻഡ് ഓൺ എലിജിബിൾ ക്യാഷ് ബാക്ക് കാറ്റഗറി 20,000 രൂപയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാഷ് ബാക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ക്യാഷ് ബാക്ക് 5% ഓഫ് 5,000 അതായത് 250 രൂപ, പിന്നെ 4% ഓഫ് 10,000 അതായത് 400 രൂപ, 2% ഓഫ് 10,000 അതായത് 200 രൂപ. ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇത്ര കാലം ഇതിൻ്റെ സംഭവം. ഇപ്പോൾ പക്ഷേ സിൻസ് ദ കമ്പൈൻ ക്യാഷ് ബാക്ക് ഏൺ ഓൺ 5% ആൻഡ് 4% ക്യാഷ് ബാക്ക് എലിജിബിൾ ട്രാൻസാക്ഷൻ ഇസ് ക്യാപ്ഡ് അറ്റ് 500. അപ്പം നമുക്ക് ഈ മുകളിലത്തെ 250 400 കൂടിയിട്ട് നമുക്ക് എത്ര 650 വരുന്നുണ്ട്. പക്ഷേ അത് 650 നമുക്ക് ഇനി കിട്ടില്ല, ഇനി അത് മാക്സിമം 500 കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ക്യാഷ് ബാക്ക് ക്രെഡിറ്റഡ് ഫോർ ദീസ് കാറ്റഗറി വിൽ ബി 500 ആൻഡ് നോട്ട് 650. അപ്പോൾ അത് 650 വരെ 500 കിട്ടുള്ളൂ. എത്ര ട്രാൻസാക്ഷൻ ചെയ്താലും 500 കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് 2% ക്യാഷ് ബാക്ക് നമുക്ക് അൺലിമിറ്റഡ് ഉണ്ട്, അത് നമുക്കിപ്പോൾ 200 രൂപയാണ് കിട്ടും. അപ്പോൾ ടോട്ടൽ ക്യാഷ് ബാക്ക് നമുക്ക് ഈ 35,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തതിന് നമുക്ക് കിട്ടുക 700 രൂപയാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത ക്രെഡിറ്റ് സൈക്കിളിലേക്ക് ഇത് ക്രെഡിറ്റ് ഔട്ടാണ്. നോർമലി ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ആമസോണിലേക്ക് ക്രെഡിറ്റ് ആവുക. പക്ഷേ നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് അതുപോലെ തന്നെ ബാക്കി മോസ്റ്റ്ലി മിക്ക എല്ലാ കാർഡുകളും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ക്രെഡിറ്റ് ആവുക. നല്ല പരിപാടിയാണ്. റിഡീം ചെയ്യേണ്ട പരിപാടിയൊന്നും ആവശ്യമില്ല. റിഡീം ചെയ്യാൻ എക്സ്ട്രാ കാശ് കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടിയൊന്നും വേണ്ടല്ലോ. പിന്നെ എഡ്യൂക്കേഷൻ സർവീസ് പേയ്മെന്റ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ക്യാഷ് ബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നമ്മൾ ആ ലിസ്റ്റിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ ഫീസ് പേ ചെയ്യുന്നതിന് അങ്ങനെ സംഭവത്തിന് നമുക്ക് പിന്നെ ക്യാഷ് ബാക്ക് കിട്ടില്ല. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാഷ് ബാക്ക് ഏൺ ഇൻ എ സ്റ്റേറ്റ്മെന്റ് സൈക്കിൾ ഈസ് ക്രെഡിറ്റഡ് അഗെയിൻസ്റ്റ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് നെക്സ്റ്റ് മന്ത് സ്റ്റേറ്റ്മെന്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. SMS വിൽ ബി സെൻഡ് എവറി മന്ത് വിച്ച് ഹാസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് ബാക്ക് ഏൺ ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. അത് നോർമലി എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ SBIയുടെ കടയിൽ ഏത് കടയിലും നമുക്ക് ഒരു SMS വരും, ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിരുന്നു ഒരു നമുക്കൊരു SMS വരും. അത് ആമസോണിലായാലും അങ്ങനെ വരാറുണ്ട്, എല്ലാത്തിനും വരട്ടത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ഏസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീവാലുവേഷൻ്റെ ഒരു ഫുൾ റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളൊരു ഏസ് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബാഡ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം.